ഹലോ ഗൈസ്, ഞാനാണെന്നുണ്ട് ഇന്ന് റോബ്ലോക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഗെയിം എന്ന് പറയുന്നത് എന്തെന്നാണ് എടാ അതിൻ്റെ ഇത് ബ്രെയിൻ റോട്ടിനെ ഇതാക്കുന്നുണ്ട്. ബ്രെയിൻ റോട്ട് ഗെയിമാണ്. ബ്രെയിൻ റോട്ട് ഗെയിം ഇപ്പോൾ ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഈ വാള് നമ്മൾ ഈ വാൾ നമ്മൾ ഇടിക്കണം. അടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ച് ലാസ്റ്റ് നമ്മൾ ഒരു സ്ഥലത്തെത്തും. എപ്പിക്ക് റെയർ അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ എവിടെ എത്തിക്കില്ല. രണ്ട് വാൾ പൊട്ടിച്ചാലും എത്തുണ്ടാവില്ല. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്യേണ്ടതാണ് ഈ ബ്രെയിൻ റോഡ്. ഞാൻ ഒറ്റ പ്രാവശ്യം ഒന്ന് കളിച്ചിരുന്നു. കാരണം ഇത് രസമുണ്ടോ എന്ന് നോക്കണല്ലോ, എന്നിട്ടല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയും. പിന്നെ ഇത് ഇങ്ങനെ തന്നെ നിൽക്കൂലേ. അത് ഉപയോഗമായല്ലോ. ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ അടിച്ചടിച്ച് പോകുമ്പോൾ എന്താ ഡേട്ടാ, ഇതിങ്ങനെ അടിച്ചടിച്ച് പോകുമ്പോൾ കാണില്ല. ഇതിപ്പോൾ കോമൺ ഏരിയ ആണ്. ഇതിൽ നമ്മൾ ഏറ്റവും പൈസ കൂടിയ 10 ഉണ്ട്. 10 25 എത്ര നൂബിനി പിസാൻ. എനിക്ക് ഇവിടെ ഇത് കൂടുതലാണല്ലോ. നൂബിനി ഇതെന്ന് അതിൻ്റെ പേര് എടാ കാണുന്നില്ലടാ. എടാ നൂബിനി പിസാൻ എനിക്ക് വേറെ എന്തോ പേരിട്ടേക്ക്. ഇതൊക്കെ ആറാ. ഇപ്പോൾ നമ്മൾ ഇതെന്താ സാധനം, പവർ നമുക്ക് കൂട്ടാൻ കഴിയും. നമ്മളെന്തായാലും പവറാൻ കൂട്ടിയിട്ടുണ്ട്. പവർ കിടക്കട്ടെ. ഒരു കേൻ്റെ 377 ഒരു പവർ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. മൊത്തം പൈസയ്ക്കും കൂട്ടണോ? മൊത്തം പൈസയ്ക്കാൻ കൂട്ടിയേക്ക്. എന്തായാലും നമ്മളിപ്പോൾ കൂട്ടാൻ പോകുന്നതാണ്. നമുക്ക് അങ്ങ് കൂട്ടിയേക്ക്. എന്തിനായാലും ഇത് നമ്മളെന്തായാലും പവറെല്ലാം കൂട്ടി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഇപ്പം നമുക്ക് ഇതൊക്കെ എന്താ സാധനമോ? ഇതൊക്കെ പൈസ തൊട്ടാ പൈസയാണല്ലോ റോബ്ലോക്സിൽ. അപ്പോൾ ഇതും പൈസേൻ്റെ. രണ്ടും ഒരേ സാധനം, പക്ഷേ രണ്ട് ഇതിൽ കൊണ്ടുവച്ച കേട്ടോ. ഇതെന്താ, ഇത് ചെസ്റ്റ് ആട്ടോ. അതെല്ലാം പൈസേൻ്റെ. റോബക്സ് കൊടുക്കണം. റോബക്സ് കൊടുക്കാണ്ട് ഒരു ഇതും നടക്കൂല എന്നാണ് ഇപ്പോൾ തോന്നുന്നത് കേട്ടോ. ഇതെന്താ സെല്ലോ? എന്ത് സെല്ല്? ബ്രെയിൻ റോട്ടിനാ സെല്ലല്ല. അതന്നെ. ഹൗ മച്ച് സിറ്റ് അങ്ങനെ എന്തൊക്കെയോ ഇതിലുണ്ടെന്നായിരുന്നു. ഇപ്പം ഇവനൊക്കെ ഗിഫ്റ്റ് തരാൻ കഴിയോടാടാ. സ്റ്റീലാണ് പൈസ കൊടുക്കേണ്ടി വരും. സെറ്റ് തന്നെ. ഇപ്പം നമ്മൾ ഇത് ഓർമ്മയാണ്. സ്റ്റീല് ബ്രെയിൻ റോട്ട് അതൊക്കെ ഇപ്പോൾ പോയില്ലേ. ഇപ്പം നമ്മൾ ബ്രെയിൻ റോട്ടിൻ്റെ കളി തീർന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഏത് ഗെയിമാണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്? ഞാനൊരു ഗെയിം കണ്ടെത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് നാളെന്ന് പറയുമ്പം ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാനിപ്പോൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം എൻ്റെ വാച്ച് ടൈം അവേഴ്സ് നല്ലോണം കുറഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടാവും കേട്ടോ. അത് ടൈം അവേഴ്സ് എന്ന് പറയുന്നത് വെറും 8 മാത്രമേ ഉള്ളൂ. ഷോർട്സിന് 1.2 AM മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും പോരാ. നമ്മളെന്തായാലും ഗെയിമിലേക്ക് ചെയ്യാനാണ്. ഇപ്പം നെക്സ്റ്റ് റെയർ ഏരിയ എന്നാണ് പറയുന്നത്. റെയർ ഏരിയ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എപ്പിക്കായിരിക്കും. ഇപ്പോൾ റെയർ ഏരിയ എന്താ എത്താത്തത്? നമ്മൾ അടിച്ചടിച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ശക്തിയൊക്കെ ഉണ്ട്. പവർ 29 നമ്മളിപ്പോൾ പവർ എന്ന് പറയുന്നത്. പവർ 29 ലക്ഷോടി വരേണ്ടി വരും ചിലപ്പോൾ. ഇതെന്താ കാണായിരുന്നല്ലോ. ഞാൻ എപ്പോഴോ നോക്കിയിരുന്നു ഇങ്ങനെ. മറ്റവും മറ്റോ ഒറ്റയടിക്ക് വെച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു തന്നെ ഇതിലൂടെ പാസ് ചെയ്ത് പോയി. നിങ്ങൾ കണ്ടിരിക്കുന്നൊരു ഇതിപ്പോൾ പോയി ഇതിപ്പോൾ എന്നങ്ങനെ നിൽക്കും. ഇത് നല്ല അടി അടിക്കുന്നുണ്ട് കേട്ടോ റെയർ ഏരിയ എത്തി. 1K 2K തൊട്ടാണ് സ്റ്റാർട്ടിങ്. ആ സീനെ എടാ. 1K 2K ഉണ്ട്. 2K നമ്മൾ എടുത്തിട്ടുണ്ട്. 2K കൊണ്ട് പോയപ്പോൾ തൽക്കാലം ടോക്സിക് അടിച്ചാണ് കേട്ടോ. അത് 2K നമ്മളെന്തായാലും ഇപ്പോൾ ചാമ്പി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും 2K കിട്ടിയ സന്തോഷത്തിൽ നമ്മളെന്തായാലും ഇപ്പോൾ അത് അവിടെ പോയി വെക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മളെ കയ്യിൽ പൈസ 3K ആണ്. ഇവിടെ 8 9 10 12 13K ആണ് ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ ഉള്ളത്. അവിടെ ഇവൻ്റെ ഒക്കെ പൈസയുള്ള സാധനം എന്താ? നമ്മളെന്തായാലും സ്ലോട്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. സ്ലോട്ടും കൂട്ടേണ്ട ആവശ്യം വന്നു. സ്ലോട്ട് എന്തായാലും നമ്മൾ കൂട്ടിയിട്ടുണ്ട് നല്ലോണം. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് പകുതി ആൾക്കാരും കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് 70%. അതേമാതിരി സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതെനിക്കൊരു ഉപയോഗമാണ്. കാരണം നമ്മളെ ചാനൽ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 857 സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ നമുക്കുള്ളത്. റോഡ് ടു 1000K നോക്കാം. 1K ആണെമ്പോഴും 1K അടിച്ചിട്ടുണ്ടെങ്കിൽ ലെവലിൽ മാറും ഗൈസ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് 1K കാണുന്നത്. അല്ലാണ്ട് 1K കണ്ടിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിക്കില്ല. അത് ഞാൻ 300ഉം 200ഉം സബ്സ്ക്രൈബേഴ്സൊക്കെ എൻ്റെ ഒരു ചാനലിലുണ്ടായിരുന്നു. അത് പോയി. അത് വേറെ ഫോണിലായിരുന്നു. അതൊക്കെ പോയി. ഇപ്പോൾ ഈ ചാനലാണ് ഇപ്പോൾ മെയിനായിട്ടുള്ളത്. വേറെ കുറച്ച് ചാനലുണ്ട്, അതൊക്കെ ഞാൻ പറയുന്നതാണ്. പക്ഷേ ഈ ചാനലിൽ അത്ര പോലും ആ ചാനൽ ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാനത് പറയാത്തത്. എല്ലാം മനസ്സിലാക്കില്ലേ? എല്ലാം സെറ്റ്. നമ്മളെന്തായാലും ഇവിടെ ആളിടിച്ചിട്ട് അൺകോമൺ ഏരിയ. അവിടെ ഒറ്റയടിക്ക് പൊട്ടുന്നുള്ള 100ൻ്റെ സാധനമൊക്കെ 44 500 1000ൻ്റെ ഒക്കെ എത്ര ഒറ്റ അടിക്ക് പൊട്ടുമോ? നമ്മളെ പവർ എന്ന് പറയുന്നത് ഏകദേശം 1000ൻ്റെ അടുത്തില്ല അല്ലേ. ഏതോ സീനടാ. എപ്പിക്കേരിയ നെക്സ്റ്റ് എപ്പിക്കേരിയാണ്. എപ്പിക്കേരിയ എപ്പിക്കേരിയ എന്തായാലും എന്തായാലും ലെജൻഡറിയിലേക്ക് നോക്കണമോ?
ലെജൻഡറിയിലേക്കൊന്ന് കാല് കുത്താൻ നോക്കിയാൽ ചിലപ്പോഴേ പറ്റും. അതാണ് പ്രശ്നം. നമുക്ക് ലെജൻഡറി പറ്റുകയാണ് നമുക്ക് നോക്കലേ. ഓ എപ്പിക്ക് 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 എന്തെങ്കിലും എത്തൂടെ. ഇത് എന്താടാ? ഓക്കെ എപ്പിക്കേരി എത്തിയിട്ടുണ്ട്. എപ്പിക്കേരിയ 18 4 8 18 4 8 6. ഇപ്പോൾ ഏടെ ഏറ്റവും നല്ല ഏത്? ആണ് ഏറ്റവും നല്ലതെന്നാണ് തോന്നുന്നു കേട്ടോ. കെ നല്ലതേ ഉള്ളൂ. 11 അവിടെ ഉണ്ട്. ആ രണ്ടും മുമ്പളങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്യാരി ചെയ്യേണ്ട 2 ആക്കി. ആ പറയാൻ മറന്നു. ഈ നേരത്തായിരിക്കും ഞാൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ പറഞ്ഞേ. ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാണ്ടൊന്ന് സ്ക്രീനിൽ നിന്ന് മാറി വേറെ എങ്ങോട്ടൊക്കെയോ നോക്കി പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ സാധാരണ വോയിസ് കയറ്റാറ്. അതാണ് ഞാനിപ്പോൾ അങ്ങനെയാണ് വർത്താനം പറയുന്നത്. ഓക്കെ, നമ്മളെന്തായാലും അവിടെ ഈ 2 നെയിം റോഡ് കിട്ടിയിട്ടുണ്ട്. കെയും അതേമാതിരി പെർ സെക്കൻഡാണ് കെ, അതേമാതിരി 11 ഓക്കെ. എടാ ഇത് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റുമോടാ? ആടാ ഞാനിപ്പോൾ എല്ലാം ശ്രദ്ധിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതൊക്കെ എന്തിനാടാ റിമൂവ് ആക്കി പോക്കേ? ഇത് സെല്ല് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്നൊക്കെ ചെറിയ പൈസേൻ്റെയാണ് ഇപ്പം ഇവിടെ കയ്യിലുള്ളത്. സെല്ല് ചെയ്ത് അത്ര കിട്ടും നോക്കുക. അതിൻ്റെ ഫസ്റ്റ് നൂവിന് പിസാനിന് 25 ആണ് നമ്മുടെ അടുത്തുള്ള പെർ സെക്കൻഡ്. നമുക്ക് എത്ര കിട്ടും? ഓ 3 25 വിട്ടാൽ 3 അന്നേരം 12 വിറ്റാൽ 1 ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു ലാഭട്ടോ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എടാ അതിൽ നല്ലത് തന്നെ. ഒന്നുമില്ല. എടാ നമുക്ക് എന്തായാലും ക്യാരി അപ്ഗ്രേഡ് നമുക്കൊന്നും ചെയ്ത് നോക്കാം. ആടാ 5 മില്യനാ. എന്തിത് 1 മില്യണേ ഇപ്പം നമ്മുടെ അടുത്തുള്ളൂ. പവർ അപ്ഗ്രേഡ് ചെയ്ത് ലെജൻഡറിയിൽ പോകുന്ന കാര്യത്തിനെ പറ്റി ഞാൻ ചിന്തിച്ച് കഴിഞ്ഞു. അത് ഞാൻ ചെയ്യാനും പോവാം കേട്ടോ. പവർ അപ്ഗ്രേഡ് ചെയ്ത് ഞാൻ നേരെ കയറി പോകാൻ പോവാം. ഓക്കെ 3 നമ്മളെ പവറായിട്ടുണ്ട്. ഒറ്റയടിക്ക് അൺകോമൺ ഏരിയ, കോമൺ ഏരിയ എല്ലായിടത്തും എത്തുന്നുണ്ട്. റെയർ ഏരിയ ഒറ്റയടിക്ക് റെയർ ഏരിയ എത്തി. ഓക്കെ എപ്പിക് ഏരിയ മാത്രം ഒരു 2-3 അടിക്ക് എത്തുന്നുള്ളൂ. ഓക്കെ എപ്പിക് ഏരിയ എത്ര പണി ഉണ്ടെങ്കിലും ലെജൻഡറി ഇമ്പക്കായാലും പണി ആയിരിക്കുമല്ലോ. ലെജൻഡറി എത്തുമെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല കേട്ടോ. പക്ഷേ ട്രൈ ഫെയിൽ ബട്ടർ. ബട്ടർ അല്ല ബെറ്റർ. നമ്മളെന്തായാലും ലെജൻഡറി ഏരിയയിലേക്കാണ് ഇപ്പോൾ പോകാൻ നോക്കുന്നത്. ഓക്കെ ലെജൻഡറി ഏരിയ എത്തുമെന്നുള്ള ഇപ്പോൾ കാണട്ടോ. എടാ ഈ വാളൊന്നും അടിച്ചേ പോരെ. ഇതൊക്കെ ഏതാടാ ബ്രിക്ക്? ഇതൊക്കെ മൈൻക്രാഫ്റ്റിൻ്റെ അകത്തുള്ളതല്ലേ? എടാ ഈ ലോകമൊക്കെ മൈൻക്രാഫ്റ്റിൻ്റെ അകത്തുണ്ടല്ലോ. എന്തേലും ആവട്ടെ, നമ്മളെന്തായാലും നേരെ അടിച്ചടിച്ച് പൊട്ടിച്ച് പോകുന്നുണ്ട്. എടാ ഈ വീഡിയോനൊക്കെ ഒരു 2-3 വ്യൂസ് കിട്ടിയാൽ കിട്ടി. അത്രേ എനിക്ക് പ്രതീക്ഷയുള്ളൂ. ഒന്നാമത്തെ എൻ്റെ വാച്ച് ടൈം അവേഴ്സ് പറ്റിയ അബദ്ധമാണ്. അതാണ് പിന്നെ വേറൊരു പ്രശ്നമെന്ന് പറയുന്നത്. പിന്നെ ഈ വീഡിയോ ഒരു 12 മിനിറ്റുള്ള വീഡിയോ, ഇതിപ്പം 30 മിനിറ്റുള്ള വീഡിയോ എങ്ങനെയാണ്? അത് ഞാൻ ചുരുക്കി 12 മിനിറ്റ് ആക്കണം. കാരണം 12 മിനിറ്റിനാണ് ബെസ്റ്റ് വാച്ച് ടൈം അവേഴ്സ് ഉള്ളത്. ആ മിനിറ്റ് ആണ് നമുക്ക് ഇപ്പോൾ ആക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ റോബ്ലോക്സ് ഇറക്കി കളിക്കുന്നതിന് നിങ്ങൾ എന്താണ് ഇതെന്ന് പറയുക. പക്ഷേ അതിന് ഒരു കാര്യം നിങ്ങൾ ചെയ്ത് തരണം. എനിക്ക് ഫസ്റ്റ് യൂട്യൂബിൽ നിന്നൊരു റവന്യൂ കിട്ടണം. കാരണം ഞാൻ എൻ്റെ ഈ ഒരു എൻ്റെ ഫാമിലിയിലത്തെ പൈസയ്ക്കാണ് നമ്മൾ ലാപ്പ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ലാപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞോളൂ. നമ്മൾ SP-ൻ്റെ ഒരു ലാപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആ ലാപ്പ് ഇപ്പോഴും സെറ്റപ്പ് ചെയ്യുകയാണ്. അതേമാതിരി തന്നെ എൻ്റെ റൂമും ഞാൻ സെറ്റപ്പ് ചെയ്യുകയാണ്. റൂമിനിപ്പം കുറച്ച് പണിയുള്ളൂ. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് ഒരു ഷോർട്സ് വീഡിയോ ആക്കിയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയത്, എത്ര പൈസയാണ് ആയെന്നുള്ള എല്ലാ സാധനവും നമ്മൾ ഇടുന്നതാണ്. ലാപ്പിൻ്റെയും ടേബിളിൻ്റെ വെച്ച് ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും പൈസ നമ്മളതിൽ കണക്കൂട്ടി ഇടുന്നതായിരിക്കും. ഓക്കെ സെറ്റ്. ടേബിൾ ഒപ്പിക്കാനായിരിക്കും നമുക്ക് പണി. 75 എൻ്റെ ലെജൻഡറി കിട്ടിയിട്ട് നമുക്ക് ലക്കി ബ്ലോക്ക് ഒന്ന് വെറുതെ ഒന്ന് എടുത്തു നോക്കാം. ലെജൻഡറീൻ്റെ അവിടെ പോയിട്ട് എടുക്കണേനെ, വേറെ ഇടുമ്പോൾ അല്ല. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ലക്ക് കിട്ടി ലെജൻഡറിയിലെ ഏറ്റവും സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആലോചിക്കുക. 75 വലിയ സാധനമാണല്ലോ മറ്റേ. ഓക്കെ ലെജൻഡറീൻ്റെ എന്താ കിട്ടാത്തത്? അവിടെ ഗിഫ്റ്റ് താ. അവിടെ ഗിഫ്റ്റ് തരാനുള്ള ഓപ്ഷൻ ഇല്ലാന്ന് പറ. അവൻ ഷോ ഇറക്കാടാ. അയ്യോ എൻ്റെ അടുത്ത് 70 നമ്മുടെ അടുത്ത് 75 ഉണ്ട്. എന്താ ഷോ ഇറക്കുന്നത്? എന്താ ഓപ്പൺ ആവാത്ത? അത് തന്നെ എന്നെ വലിച്ചേറാം. അന്നേരം ഓപ്പൺ ആയിട്ടോ. ഓക്കെ. എന്ത് സാധനം എന്താ? അങ്ങനെയാണ് നോക്കണ്ടേ. നമുക്ക് 25 സാധനമില്ല. ഇത് 25 സാധനമുള്ളത്. 25 ഒരു പൊട്ടം സാധനം തന്നിട്ട് നമ്മളെ പറ്റിച്ചിട്ടുണ്ട്.
ഞാൻ സൗണ്ട് കുറേ ആഡ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് അറിയുകയാണെങ്കിൽ എനിക്ക് ഈ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കി നമുക്ക് കുറേ സൗണ്ട് എഫക്റ്റ് ഉണ്ട്, പക്ഷേ എനിക്കിന്നാലും സൗണ്ട് എഫക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ സൗണ്ട് എഫക്റ്റും ഒന്ന് കാണിച്ചു തരാം. എനിക്കിന്നാലും സൗണ്ട് എഫക്റ്റ് ആട്ടോ ഇഷ്ടം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ലേശം ഒരു ഇത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി തരുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ അക്കൗണ്ട് തുടങ്ങണം, PG ഗെയിമിംഗ് സോണിൽ. അത് തുടങ്ങണം. നമുക്ക് ആയിരുന്നു. പിന്നെ നമുക്ക് ഫോളോ ഒക്കെ ചെയ്യണം ഗൈസ്. പിന്നെ അതിനെനിക്ക് നല്ലോണം കഷ്ടപ്പെടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിനോണ്ടാണ് ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടുള്ളത്. നോ റിസ്ക് നോ സ്റ്റോറി എന്നാണുള്ളത്. അതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ പറ്റുകയാണ് എല്ലാ സൗണ്ട് എഫക്റ്റും ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എടാ, ഞാനൊരു സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്തേനെ. അതിലെന്തോ ടെമ്പിൾ മണി അടിക്കുന്ന വെച്ചല്ലേ, അതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തത്. അതിന് 20 മിനിറ്റ് ഗൈസ്. കണ്ടില്ലേ, വീണ്ടും വന്ന് പോകുന്നു ഗൈസ്. ഇതെന്ത് ഇത് ഇപ്പം എൻ്റെ ഇതിലുണ്ടാവും ഗൈസ്. ഞാൻ പറയുന്നൊന്നും കേൾക്കൊന്നും കൂടി ഇല്ല. സൗണ്ട് എഫക്റ്റ് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടോ. ഓക്കെ, ഫാൻ്റെ യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറെ യുദ്ധമാണ് വരുന്നത്. കണ്ടില്ലേ, ഇത് ഞാൻ കുറച്ച് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തപ്പിയെടുത്ത കുറച്ച് സൗണ്ടാണ്. പിന്നെ വേറെ കുറച്ച് വെബ്സൈറ്റിലുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിൽ മൊത്തം ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കും. പിന്നെ അതേമാതിരി ഈ ചാവുന്ന വെച്ചാൽ അണ്ടർ വാട്ടർ, ഇതൊക്കെ ഉണ്ടാവും എനിയിൽ. ഓക്കെ, എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ വീഡിയോ കോളാക്കിയിട്ടുണ്ട്. താങ്ക് യു. എടാ, ഞാനിപ്പോൾ ഒരു 5 മില്യൺ 15 മില്യൺ ആക്കിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ കാണാം കേട്ടോ. 5 മില്യണൊക്കെ ആയാ? 5 മില്യൺ ആയിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടോ സൗണ്ട് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നു. പക്ഷെ ഞാൻ ആഡ് ചെയ്യില്ല, കാരണം എനിക്ക് ബുദ്ധിയുള്ളതാണ്. ഞാൻ ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. ഞാൻ സൗണ്ട് ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, 23 മില്യൺ ആയിട്ടുണ്ട് നമ്മുടെ കയ്യിലിപ്പം. പൈസ വരേത് എടാ, 404 മില്യൺ 500K ഇതൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്. പക്ഷെ നമുക്ക് പറ്റൂലല്ലോ. നമ്മളെങ്ങനെങ്കിലുമൊക്കെ എടുക്കും. എടാ, ഇതൊക്കെ ലെജൻഡറി ആടാ. അവൻ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് കേട്ടോ തോന്നുന്നത്. എന്തായാലും അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എങ്ങനെ ഉണ്ടായാലും എൻ്റെ സൗണ്ട് എഫക്റ്റിൻ്റെ യുദ്ധം. എടാ, സൗണ്ട് എഫക്റ്റ് കയറ്റി ഒരു വീഡിയോയിൽ നമ്മൾ സൗണ്ട് എഫക്റ്റ് കയറ്റിയിട്ടുണ്ട്. നല്ലോണം ഇമ്പ്രൂവ് ആവുമെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ ആദ്യം സാധാരണ സൗണ്ട് എഫക്റ്റ് കുറച്ച് ആഡ് ചെയ്യാറില്ലായിരുന്നു. കുറച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോയിൽ തന്നെ ചിലതിൽ ആഡ് ചെയ്യാറ് പോലുമില്ല. ഒരു വീഡിയോയിൽ ഒരു 2 സെക്കൻഡ്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്ത് ഓവറാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ വെറുതെ ഒരു ഇതിനാണ് ആഡ് ചെയ്തത്. ഇപ്പോഴും സൗണ്ട് വരുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. എന്നാൽ വരൂല, ഞാൻ സീനാ. കേമ്പിൾ 44 കണ്ടടാ, പൈസ കൂടുന്നുണ്ടാ. ഇതിൻ്റെ മുകളിൽ ഇതേ മിറണോട്ടിന് അവിടെ 2 ഉണ്ടല്ലേ ഭാഗ്യം. ഞാൻ വിചാരിച്ച ഒന്ന് മാത്രമേ ഉള്ളൂ. എടാ, ഇങ്ങനത്തെ ഒരു ഗെയിം. എടാ, ഫ്രീ റിവാർഡ് ഉണ്ടല്ലോ. ലൈക്ക് അടിക്കണം. ബാക്ക് അടിച്ച് ലൈക്ക് അടിച്ച് വരികയല്ലേ. പിന്നെ ഭ്രാന്തല്ലേ ബാക്ക് അടിച്ച് ലൈക്ക് അടിച്ച്. ഇപ്പം എന്തായാലും കമ്മ്യൂണിറ്റിയിൽ ഒന്നും ജോയിൻ ചെയ്താൽ കേട്ടോ. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കിട്ടാണ് കിട്ടിയാൽ മതി. ഓക്കെ, എന്തായാലും കിട്ടിയിട്ടുണ്ട് നമുക്ക്. എടാ, ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടേ 2 മണിക്കൂറായി. 2 മണിക്കൂറിനുള്ള കഷ്ടപ്പാട്. ഞാൻ വേറെ എന്തെങ്കിലും പണിയെടുക്കുകയാണ് 2 മണിക്കൂർ മുമ്പ്. പക്ഷെ പൈസ കിട്ടുമായിരുന്നു. ഇതിൽ എനിക്കത് കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ അതിനുള്ളൊരു സപ്പോർട്ട് തന്നിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അതങ്ങ് തീരും. പിന്നെ നമ്മൾ മറ്റേ റിവാർഡ് നിന്ന് കിട്ടിയ വലിയ സംഭവം കേട്ടോ, ഒരു ബിർബിർ പാത്താപ്പിയും. അതിന് എന്തിനാടാ നമുക്ക് അതും 60ൻ്റെ ഫസ്റ്റ് എടുക്കുകയാണ് നമുക്ക് വലിയ സംഭവം. അവിടെ 5 മില്യൺ ആടാ, 15 മില്യൺ അല്ല. അയ്യേ എടാ, ഇത് 20 മിനിറ്റ് ആവാൻ കാരണം തന്നെ 5 മില്യനാണ്. അതും വിചാരിച്ചാൽ ഞാൻ കുത്തുന്നേ. നമുക്കെന്തായാലും പവറൊക്കെ അങ്ങ് ബൂസ്റ്റ് ആയിട്ടുള്ള 2 മില്യൺ 6 മില്യൺ വെച്ച് പോകുന്നുണ്ടല്ലോ. മതി, പൈസ പോയി. എടാ, 1 മില്യൺ ആയാൽ പൈസ ഉണ്ടാക്കാൻ നല്ല പണി, പക്ഷെ പൊട്ടിക്കാൻ എളുപ്പത്തിൽ കൈ കിട്ടും. പൈസ പൊട്ടിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ നമ്പർ ഇപ്പം ഇല്ലാത്തതിനെ കൊണ്ട്, നമ്പർ എടുക്കാനുള്ള പൈസ ഇല്ലാത്തതിനെ കൊണ്ട്, എന്ന് വെച്ചാൽ സിം എടുക്കാനുള്ള പൈസ ഇല്ലാത്തതിനെ കൊണ്ട് വിളിക്കേണ്ട. അതാണ് നിങ്ങൾക്ക് നല്ലത്. ഈ വീഡിയോയിൽ മൊത്തം ആൾക്കാർ കേൾക്കുന്ന അത് മാത്രമേ നിങ്ങൾ ഇനിയിപ്പോൾ കേൾക്കൂ. ഇനി ഒരു 2, 3, 4, 5 വീഡിയോയിൽ അതേ കേൾക്കട്ടോ. ലെജൻഡറി ഏരിയയിലേക്ക് പോകാനുള്ള ഒരു ഇതാണ്.
12,000 ഏകദേശം 13,000 പവറുണ്ട് കേട്ടോ നമുക്കിപ്പം. ആ പവർ നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ലെജൻഡറിയിൽ പോവാമല്ലോ. സുഖത്തിൽ ലെജൻഡറി എത്തിയിട്ടുണ്ട്. ഇനി മിത്തിക് ഏരിയയിൽ എത്താൻ നോക്കണം. ഓക്കെ, കാലിലെടുത്ത് വെച്ചു, പിന്നെ ഇനി പുറകോട്ടില്ല. മിത്തിക് ഏരിയയിൽ എത്തുമ്പോൾ നമ്മൾ ഏത് സ്ഥലത്തായാലും കുഴപ്പമില്ല, വെള്ളത്തിൻ്റെ അടിയിലായാൽ കുഴപ്പമാണ് കേട്ടോ. അത് വലിയ പ്രശ്നമാണ്. അവിടെ ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് അത് നോക്കണ്ട. അത് എഡിറ്റ് ചെയ്ത് ഭ്രാന്ത് പിടിച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത് നോക്കണ്ട കേട്ടോ. ഇനി ഫാസ്റ്റ് സൗണ്ട് എഫക്റ്റ് ഇടാണ്ട് എനിക്ക് നിൽക്കാൻ കഴിയില്ല. ഞാൻ വേണം ഇപ്പോഴും ഒരു 2-3 എടുത്തിടും. വേണ്ട, ചിലപ്പോൾ MB കൂടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ MB വെറുതെ ആവുമെന്നല്ലാണ്ട് വേറെ ഒന്നുണ്ടല്ലോ. ഇനി നമ്മളൊരു 10 വ്യൂസെങ്കിലും കിട്ടും. കാരണം എൻ്റെ അടുത്ത് 10 അക്കൗണ്ട് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ 10 വ്യൂസ് ഉണ്ടാക്കും. ഇതിൽ ഫാസ്റ്റ് സൗണ്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പിടിച്ച് കാണുന്നുണ്ട്. ഓക്കെ, മിത്തിക് ഏരിയ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും വലിയ സാധനം കൊണ്ടുവരും. പിന്നെ ഇതിൽ പാർട്ട് 2 അങ്ങനെ കളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ ചെയ്യാണ്ട് വെറുതെയാണല്ലോ വീഡിയോ ഉണ്ടാക്കുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും. ഓക്കെ, 18 ഇത് ഉത്തരവാട് 20,000 2 ലക്ഷം എത്രയാണ് കാണിച്ചപ്പോൾ. എന്തായാലും നമുക്ക് പ്രശ്നമില്ല, നമ്മൾ അടിച്ച് പൊട്ടിച്ച് ആക്കിയിരുന്നുണ്ട് എന്തായാലും. പിന്നെ അതേമാതിരി ഞാൻ വോയിസ് ലേശം സ്പീഡിലാണ് പറയുന്നത്, അല്ലെ വോയിസ് സ്പ്ലിറ്റ് ചെയ്ത് ഗ്യാപ്പില്ലാത്ത മാതിരി ആക്കണേ. ചിലപ്പോൾ ഇതിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവേണ്ടതാണ്. ഗ്യാപ്പ് വരും, മിക്കവാറും ഗ്യാപ്പ് വരും കേട്ടോ ഇതിൽ. എനിക്ക് ഈ വോയിസ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഞാനിപ്പോൾ ക്യാപ് കട്ടിലോ VNലോ ഇൻഷോട്ടിലോ അങ്ങനത്തെ ഒരു ആപ്പിലും അല്ല. ഞാനിപ്പം ക്യാപ് കട്ടിൻ്റെ അപരനായിട്ടുള്ള ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ ഷോർട്സ് പറയുന്നതായിരിക്കും. ഇത് എഡിറ്റിംഗ് ആപ്പ് ഇത് നല്ലതാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ വോയിസ് കേട്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ. നമ്മളെ വോയിസ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ മിണ്ടാണ്ടിരിക്കുകയാണ്, ഒരു ലൈനിലാണ് ഇത് പോവുക. പക്ഷെ മിണ്ടിരിക്കേണ്ട നമ്മൾ മുകളിലേക്ക് താഴോട്ടേക്ക് ഒരു ഇത് പോലെ കാണിക്കും. നമ്മൾ ഇപ്പോൾ നല്ല ഒച്ച ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് അനുസരിച്ചായിരിക്കും ഇത് വരിക. പക്ഷേ ഇതിൽ നമ്മൾ ഒരു ഒച്ച ഇല്ലാത്ത മാതിരി നമ്മളൊരുമാതിരി ഡയമണ്ട് കട്ട് നിൽക്കുമ്പോൾ ഓരോരോ ഇടവിട്ടാണ് ഇതിൽ വരുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് നടക്കുന്നത്. ഇതിപ്പോൾ ഇനി ഒന്നുകൂടിയും വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 30 മിനിറ്റായി ഞാൻ വായിട്ട് അലയ്ക്കുന്നു. ഇത് മിക്കവാറും ഞാനൊരു 20 മിനിറ്റ് 10 മിനിറ്റ് ആക്കില്ല, 20 മിനിറ്റ് എന്തായാലും ഞാൻ ഇതാക്കും കേട്ടോ. 20.5 ഇനി അങ്ങോട്ടുമില്ല 20.5 മിനിറ്റ് ഞാൻ എന്തായാലും ഈ വീഡിയോ ആക്കും. അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു 20,000 റുപ്യ തന്നു. ഓക്കെ, ഒരു ഫാം കൂടി ആഡ് ചെയ്ത് ഞാൻ ഈ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. 2026 ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ട് വീഡിയോ ഉണ്ടാക്കിയ ആളായിട്ട് എനിക്ക് അവാർഡ് തരേണ്ടതാണ്. വേൾഡ് റെക്കോർഡ് തന്നെ തരണം. അതേമാതിരി നെക്സ്റ്റ് ഏരിയ മിത്തിക്കയിൽ നമ്മളിപ്പോൾ ഡയമണ്ട് ആട്ടോ വെച്ചുകൊണ്ടിരിക്കുന്നത്. റീബർത്തൊക്കെ ഉണ്ടായതിൽ മിത്തിക്കയിൽ എത്തിയ 1,500,000 1 മില്യണിൻ്റെ ഒന്നങ്ങ് എടുത്തേ. 1 മില്യണിൻ്റെ ഒന്നങ്ങ് എടുത്തിട്ട് സേഫാക്കി വെച്ചിട്ടുണ്ട്. അതേമാതിരി 500K ആണ് ഇപ്പോൾ ഇനി ഇവിടെ ഉള്ളത്. 500Kൻ്റെ നമ്മൾ എടുത്തിട്ടുണ്ട്. 350 ആണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. 350 ആവശ്യമില്ല. ഇവിടെ മൊത്തം 350 ആണ്. ഞാനിപ്പോൾ നേരെ പോവുകയാണ്. ഈ വീഡിയോ ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ട് ഒരു 20 മിനിറ്റ് ഞാൻ 20 മിനിറ്റ് ഒച്ച ഉണ്ടാക്കാൻ കഴിയും. കാരണം ഞാൻ 20 മിനിറ്റ് ആയിട്ട് ശ്വാസം വിടാണ്ടാണ് എന്ന് ഞാൻ പറയില്ല. കാരണം ചത്തു മുമ്പ് ശ്വാസം വിട്ടിട്ടാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വിടാൻ കഴിയൂ. കാരണം ഞാനിപ്പോൾ ഒരൊറ്റ ശ്വാസത്തിലാണ് ഇതിപ്പോൾ പറയുന്നത്. ശ്വാസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം മുമ്പിൽ എടുക്കും. ഈ ഒരു ടൈം നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ ശ്വാസം എടുക്കുന്ന ടൈം നിങ്ങൾക്കൊന്നും കേൾക്കാനും കഴിയില്ല. അതാണ് അതിൻ്റെ ഒരു ഇത്. അതാണ് ഫിസിക്സിൽ പറയുന്നത്. പ്രൊഫസർ അതാണ് അതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, 500Kൻ്റെ സാധനം ബാക്കിയിട്ടുണ്ട്. 500K 350. ഞാൻ 3 കയറി ചെയ്യാൻ പറ്റിയാ കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലല്ലോ. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ വർത്തമാനം പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കണ്ട, ഒന്നും നോക്കണ്ട. അത് ചെറുങ്ങനെ എഡിറ്റ് ചെയ്ത് ഭ്രാന്ത് പിടിച്ചാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് റീബർത്ത് ചെയ്താലോ. റീസെറ്റ് യുവർ പവർ മാത്രം റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റീബർത്ത് ചെയ്യാമായിരുന്നു അല്ലേ. റീബർത്ത് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഡൗട്ടാണല്ലോ മുത്തേ എനിക്കിപ്പോൾ. ഇത് ചെയ്യണോ വേണ്ടോ ഇനിയിപ്പം റീബർത്ത്. അതായത് മിക്കവാറും റീബർത്ത് ഞാൻ ഇപ്പോൾ ചെയ്യും കേട്ടോ. എനിക്ക് സംഭവം സത്യം പറയുകയാണെങ്കിൽ ഞാൻ പോസാക്കി വെച്ച് പോയതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. 1 മിനിറ്റ്, ഞാൻ വിചാരിച്ച സത്യം കേട്ടോ. ഞാൻ പോസാക്കി വെച്ച് പോയതിന്. ഓക്കെ, നമ്മളെന്തായാലും റീബർത്ത് ചെയ്യേണ്ട പാർട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ റീബർത്തും ചെയ്തിട്ടുണ്ട്. പവർ 1 നമ്മൾ നിൽക്കുന്നത്. അതേമാതിരി 2 മില്യൺ പൈസയും നമ്മൾ എടുത്തിട്ടുണ്ട് ഏകദേശം. ഓക്കെ, ഇപ്പം നമ്മൾ പൈസ കൂട്ടിയിട്ടോ. ഇപ്പം നമ്മൾ ഒരു 200 മില്യൺ ഇപ്പം ആവും. ഞങ്ങൾ ആയി ഞാൻ പറഞ്ഞില്ലേ.
1 മില്യൺ വെച്ചിട്ട് കിട്ടുന്ന ഒരു ബ്രെയിൻ റോട്ട് ഉണ്ട് നമ്മളെ അടുത്ത് ഇപ്പം. ഓക്കെ ഓക്കെ ബൈ. വീഡിയോ കഴിഞ്ഞു ഗൈസ്, ഞാൻ എന്താക്കാനാ.